എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 10ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന 7 പച്ചക്കറികളെയാണ് പരിചയപ്പെട്ടത്. അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതേപോലെ വെയിറ്റ് ലോസ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന 5 പച്ചക്കറികൾ കൂടിയാണ്. അതിലൊന്നാമത്തത് കോളിഫ്ലവർ ആണ്. ഇതൊരു ലോ കാലറി ഹൈ ഫൈബർ ഫുഡാണ്. ഒരു കപ്പ് കോളിഫ്ലവറിൽ ഏകദേശം 25 കാലറീസ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. 92% വെള്ളം ആയതുകൊണ്ട് തന്നെ വിശപ്പ് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ധാരാളം ആന്റി ഓക്സിഡൻസും ബി വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ കൂടുതൽ എനർജി ലഭിക്കാനായിട്ടും ഫാറ്റ് ബേൺ ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഇതിലുള്ള ഹൈ ഫൈബേഴ്സും ലോ ഗ്ലൈസീമിക് ഇൻഡെക്സും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാനും അതുവഴി ഷുഗർ ക്രേവിങ്സ് കുറയ്ക്കാനും നല്ലതാണ്. അതോടൊപ്പം ഇതിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ലിവർ ഡീടോക്സിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഗോയിട്രോജൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തൈറോയിഡ് പേഷ്യൻസിന് നമ്മളിത് കൂടുതലായിട്ട് അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി കഴിക്കണമെങ്കിൽ തന്നെ മിതമായ അളവിൽ കഴിക്കുക, അതുപോലെ തന്നെ വേവിച്ച് കഴിക്കുക. വേവിച്ച് കഴിക്കുമ്പോൾ ഗോയിട്രോജൻസിന്റെ അളവ് വളരെയധികം കുറയും വേവിക്കാത്ത കോളിഫ്ലവറിനെ കമ്പയർ ചെയ്യുമ്പോൾ. രണ്ടാമത്തത് കാബേജ് ആണ്. കോളിഫ്ലവറിനെ പോലെ തന്നെ ഇതും ഒരു ലോ കാലറി ഹൈ ഫൈബർ ഫുഡാണ്. ഒരു കപ്പ് കാബേജിൽ ഏകദേശം 22 കാലറീസ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. വെള്ളത്തിന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ വയറ് പെട്ടെന്ന് ഫുൾ ആവുകയും അത് ഓവർ ഈറ്റിംഗ് തടയുകയും ചെയ്യും. ഇതിലും ധാരാളം ആന്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ ഫുഡ് ക്രേവിങ്സ് ഒക്കെ ഒരു പരിധിവരെ തടയാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇതൊരു നാച്ചുറൽ ഡീടോക്സ് ഫുഡ് ആയതുകൊണ്ട് തന്നെ വയറ് ക്ലീൻ ചെയ്യാനും ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഇതിലും ഗോയിട്രോജൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തൈറോയിഡ് പേഷ്യൻസിന് കൂടുതലായിട്ട് നമ്മൾ ഇത് അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി കഴിക്കണമെങ്കിൽ മിതമായിട്ട് കഴിക്കാം, അതുപോലെ തന്നെ വേവിച്ച ശേഷവും കഴിക്കാം. വേവിക്കാത്ത ക്യാബേജിലാണ് കൂടുതലായിട്ട് ഗോയിട്രോജൻസ് അടങ്ങിയിട്ടുള്ളത്. വേവിക്കുമ്പോൾ ഇതിന്റെ അളവ് വളരെയധികം കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് തന്നെ വേവിച്ച ക്യാബേജ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. മൂന്നാമത്തത് വാഴപ്പൂവാണ്. ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ണിത്തട്ട എന്നാണ് വിളിക്കുന്നത്. നിങ്ങളെ നാട്ടിൽ എന്താണ് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്, നാട്ടുമ്പുറങ്ങളിൽ പ്രത്യേകിച്ച് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഉണ്ണിത്തട്ട. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒന്നാണ് ഉണ്ണിത്തട്ടയുടെ ഉപ്പേരി. കാലറി വളരെ കുറവും ധാരാളം ഫൈബേഴ്സും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഉണ്ണിത്തട്ട. ഇത് കഴിച്ചാൽ പെട്ടെന്ന് വയറ് നിറയുകയും കുറേ നേരത്തേക്ക് പിന്നെ വിശപ്പ് അനുഭവപ്പെടുകയും ചെയ്യില്ല. ഇതിലുള്ള ഫൈബറുകൾ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും വയറ് ക്ലീൻ ചെയ്യാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഒരുപാട് ആന്റി ഓക്സിഡൻസും ഇതിലടങ്ങിയിട്ടുണ്ട്. ഹോർമോണൽ ഇംബാലൻസ് പോലെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഇതിന് കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. നാലാമത്തത് വാഴപ്പിണ്ടിയാണ്. ഉണ്ണിത്തട്ടയുടെ എല്ലാ ഗുണങ്ങളും വാഴപ്പിണ്ടിക്കും ഉണ്ട്. നമുക്ക് ഒരു നേരം ചോറിനൊക്കെ പകരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ വാഴപ്പിണ്ടിയുടെ ഉപ്പേരി. ഇതിൽ ധാരാളമായി പൊട്ടാഷ്യം, വൈറ്റമിൻ B6, ആന്റി ഓക്സിഡൻസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു മൈൽഡ് ഡയൂററ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്ന് അമിതമായിട്ടുള്ള വെള്ളവും ഉപ്പും ഒക്കെ പുറന്തള്ളാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇത് കഴിച്ചാൽ വെയിറ്റ് കൂടില്ല എന്ന് മാത്രമല്ല കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കുകയില്ല. കഴിവതും ഇതുപോലെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് നോക്കുക. അഞ്ചാമത്തത് ബീട്രൂട്ടാണ്. ബീട്രൂട്ടിലും കാലറീസ് കുറവാണ്. 100 ഗ്രാം ബീട്രൂട്ടിൽ ഏകദേശം 43 കാലറീസ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം അയൺ, മഗ്നീഷ്യം, പൊട്ടാഷ്യം പോലുള്ള മിനറൽസും വൈറ്റമിൻ A, വൈറ്റമിൻ C, വൈറ്റമിൻ B6 പോലെയുള്ള വൈറ്റമിനുകളും ആന്റി ഓക്സിഡൻസും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണിത്. രക്തക്കുറവുള്ള ആളുകളോട് സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയുന്ന ഒന്നുകൂടിയാണ് ബീട്രൂട്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റ്സ് രക്തചംക്രമണം കൂട്ടാനും അതുവഴി ഫാറ്റ് ബേൺ ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഇത് നല്ലൊരു ലിവർ ഡീടോക്സിഫയർ ആണ്. അതോടൊപ്പം സ്കിന്നിന്റെ ഗ്ലോ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആഴ്ചയിൽ 2-3 തവണ ഈ ഒരു ബീട്രൂട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. സോ ഇത്രയൊക്കെയാണ് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന പച്ചക്കറികളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിനർത്ഥം മറ്റ് പച്ചക്കറികളൊന്നും ഉപയോഗിക്കരുത് എന്നുള്ളതല്ല. എല്ലാ പച്ചക്കറികളിൽ നിന്നുമുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുണ്ട്. പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് മാത്രം കഴിക്കുക. അതിലെടുത്ത് പറയേണ്ട കാര്യം കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ടുള്ള കപ്പ, പൊട്ടറ്റോ, അതുപോലെ ചേമ്പ്, ചേന, കാച്ചിൽ തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങൾ മിതമായിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ പച്ചക്കായ, ചക്ക ഇവയൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് വെയിറ്റ് ഗെയിനിന് കാരണമാവും. അതുകൊണ്ട് മിതമായ അളവിൽ മാത്രം കഴിക്കാനായിട്ട് നോക്കുക. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റു നേരെ 2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കഴിച്ചു. അതിനുശേഷം 30 മിനിറ്റ് സൂംബ ചെയ്തു. 9 മണിക്ക് കറക്റ്റ് 9 മണിക്ക് എടുത്തു പറയാൻ കാരണം ഇപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലാണ്. അതുകൊണ്ട് 9 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനായി ഇന്നൊരു ചപ്പാത്തിയും കുറച്ച് ചെറുപയർ കറിയും 2 മുട്ട പുഴുങ്ങിയതും ബീട്രൂട്ട് ഉപ്പേരിയും 4 ചെറുപഴമാണ് എടുത്തത്. സ്നാക്സിനായിട്ട് 5 കാഷ്യൂ നട്ടും 5 ബദാമും കഴിച്ചു.
ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി, 4 പീസ് കൂന്തള്, വാഴപ്പൂ ഉപ്പേരി, കുറച്ച് ബീട്രൂട്ട് ഉപ്പേരിയും കഴിച്ചു. അതിൻ്റെ കൂടെ 2 ചെറിയ പേരക്കയും കഴിച്ചു. വൈകിട്ട് ഒരു ഗ്ലാസ് മധുരമിടാത്ത ചായയും ഗോതമ്പിൻ്റെ അവിലും കുറച്ച് നിലക്കടലയും ഒരു കാരക്കയും കഴിച്ചു. വൈകിട്ട് 5 മണിയായപ്പോൾ കുറച്ച് ചെറുപയറും കൂന്തൽ റോസ്റ്റും പപ്പായ ഉപ്പേരിയും സവാളയും ചേർത്ത് കഴിച്ചു. ഇന്നും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ 5 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അവസാനിപ്പിച്ചു. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.